ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതത്തിലായ ഹർഷിന സമരപരമ്പരക്കൊടുവിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി ഹർഷിന ജോലിയിൽ കയറി. നീതി കിട്ടിയെന്നും അവഗണിച്ച് പുച്ഛിച്ചു തള്ളിയവർക്കുള്ള മറുപടിയാണെന്നും ഹർഷിന പ്രതികരിച്ചു. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ നാൾ മുതൽ 9 വർഷത്തോളമായി വേദനയ്ക്കും ദുരിതത്തിനുമിടയിൽ നീതിക്കായി പോരാട്ടത്തിലായിരുന്നു കെ ഹർഷിന. കണ്ണീരിനും കാത്തിരിപ്പിനും ഒടുവിൽ നീതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായി ഹർഷിന ജോലിയിൽ പ്രവേശിച്ചു. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് നിയമനം. പുച്ഛിച്ച് തള്ളിയവർക്കുള്ള മറുപടിയെന്നും ഹർഷിന. ഇതുവരെ നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവഗണിച്ച് പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ശക്തമായ മറുപടി. വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മളെ കൂടെ നിന്ന് പൊരുതിയ ഒരുപാട് നല്ല മനുഷ്യരുടെയും കൂടെ ആ ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു വിജയം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആരോഗ്യമന്ത്രി കെ മുരളീധരനെയും ഹർഷിന നേരിൽ കണ്ടിരുന്നു. ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. എല്ലാം കുടുംബത്തിൻ്റെ സ്ഥിതി അവതാളത്തിലായി. അവരുടെ കാരണം ഭർത്താവിൻ്റെ ബിസിനസ് പോയി, കുട്ടികളുടെ പഠനത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു മാനുഷികമായിട്ട് പരിഗണനയാണ് അവരോട് സർക്കാർ സ്വീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2017 നവംബർ 30 നടത്തിയ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 2022 സെപ്റ്റംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുത്തു. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വേദന കടുത്തതോടെ തുടർ ശസ്ത്രക്രിയകൾ. LDF സർക്കാരിന്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും നിലപാടുകളിൽ വലിയ വിമർശനവും ഉയർന്നിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.